ബാബുവിന് കോടതി വധശിക്ഷ വിധിച്ചു. അതുകൂടാതെ ഇരട്ട ജീവപര്യന്തം വേറെ, 10 വർഷം വേറെ തടവ്. ചുരുക്കി പറഞ്ഞ ബാബുവിന് പുറലോകം കാണത്തില്ല. ബാബുവിന് ഈ ഭൂമി ജീവിക്കാനുള്ള അർഹതയില്ല എന്ന് കണ്ടിട്ടാണ് കോടതി ഇങ്ങനെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതെന്താ ബാബുവിന് ഈ ഭൂമി ജീവിക്കാനുള്ള അർഹത ഇല്ലാത്തത്? ഒരിക്കലും ബാബുവിനുള്ള അർഹതയില്ല. അമ്മാതിരി ദുഷ്ടപ്രവൃത്തിയാണ് ബാബു കാണിച്ചു കൂട്ടിയത്. മനുഷ്യനായിട്ട് പിറന്ന ഒരുത്തിനും ചെയ്യാൻ മടിക്കുന്ന അത്രത്തോളം പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ ബാബു ചെയ്തിരിക്കുന്നത്. ആ കഥയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. 5 വർഷത്തിന് ശേഷം ബാബു എന്ന് പറയുന്ന കൊലപാതകയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. വധശിക്ഷയ്ക്ക് പുറമെ ഇരട്ട ജീവപര്യന്തം, പിന്നെ 10 വർഷം വേറെ തടവ്, 4 ലക്ഷത്തോളം രൂപ പിഴ എന്നിങ്ങനെ ഒരു മുടിഞ്ഞ വിധി തന്നെയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല അയാൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ. ഈ വധശിക്ഷയ്ക്ക് അപ്പുറം വേറെ എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അതുകൂടി കൊടുത്തേ പറ്റൂ. അമ്മാതിരി മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച പ്രവൃത്തിയാണ് ബാബു അന്ന് നടപ്പിലാക്കിയത്. ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ പോയതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു ഭീകര കാഴ്ചയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരാൾ പോലും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഈ 4 ആൾ കൂടി നിർത്തേക്ക് ആൾക്കാർ ഇങ്ങനെ നിൽക്കും, ഒന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആൾക്കാരുടെ എല്ലാം നാക്ക് അകത്തോടെ ഇറങ്ങിപ്പോയൊരു അവസ്ഥയായിരുന്നു. അത്രയും ഭീകരമായ കാഴ്ചകളാണ് ആ നാട്ടുകാരെല്ലാം കണ്ടത്. അങ്കമാലി അതിന് മുൻപും അതിന് ശേഷം ഇങ്ങനൊരു സംഭവമേ കണ്ടിട്ടുണ്ടാവില്ല. അവിടുത്തെ വീടുകളിലെല്ലാം ചോര ഇങ്ങനെ, ആ ഭിത്തിയിലെല്ലാം ചോര ഇങ്ങനെ തെറിച്ച് കിടക്കുകയാണ്, തറയിലെല്ലാം ചോര. ഭയങ്കര കാഴ്ചയല്ലേ കാണുന്നത്. ഒരിക്കലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ആ കാഴ്ചയുണ്ട്. ഈ ബാബു എന്ന് പറയുന്ന കുറ്റവാളി അല്ലെങ്കിൽ ആ കൊലപാതകം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയുമോ? സ്വന്തം ചേട്ടൻ, അതായത് ശിവൻ, വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നിലൂടെ വന്ന് ആ മൂർച്ചയേറിയ കത്തിയെടുത്ത് കഴുത്തിൽ ഒറ്റ വെട്ടായിരുന്നു. തല രണ്ടായിട്ട് പിളർന്ന്, ഉടൽ വേറെ ഭാഗത്ത്, തല വേറെ ഭാഗത്ത്. ഈ ബഹളം കേട്ടുകൊണ്ട് അകത്ത മുറിയിൽ നിന്ന് വത്സല എന്ന് പറയുന്ന ഈ ശിവന്റെ ഭാര്യ വരികയാണ്. അവർക്കിട്ട് വെട്ടിയത് 26 വെട്ടാണ്. തലങ്ങും വിലങ്ങും കയ്യും കാലും കാണുന്നിടത്തൊക്കെ വെട്ടി, 26 വെട്ട്. അന്ന് ആ വീട്ടിൽ വിരുന്ന് വന്നതാണ് ഈ ശിവന്റെയും വത്സലയുടെയും മകളായ സ്മിത. സ്മിതയ്ക്ക് കിട്ടിയ വെട്ടെത്രയാണെന്ന് അറിയാം? 36 വെട്ട്. ആ വെട്ടുന്നത് സ്വന്തം മക്കൾ 2 പിള്ളേർ അപ്പുറത്ത് മാറി നിൽക്കും. ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഈ സ്മിത വെട്ടി പീസാക്കുന്നത്. എങ്ങനെ സഹിക്കാൻ പറ്റും? എന്നിട്ട് ആ കുട്ടികളെയും വെട്ടാൻ വേണ്ടി ഓടിച്ചു. അവരുടെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ശരിക്കും പറഞ്ഞ ഒരു സംഹാര താണ്ഡവം ആടുകയായിരുന്നു ബാബു അന്ന് അവിടെ. ഈ കത്താളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടുകയാണ് റോഡിലൂടെ. ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ ബാബുവിനെ കണ്ടതും ആൾക്കാരെല്ലാം വീട്ടിലേക്ക് ഓടുക, ആ പ്രാന്തം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടുകയാണ്. അന്ന് ആരും പുറത്തിറങ്ങിയിട്ടില്ല. ഉഷ, സേതുലക്ഷ്മി, ഷിബു എന്ന് പറയുന്ന ഇവരുടെ ബന്ധുക്കൾക്കെല്ലാം ശരിക്കും വെട്ടുകെട്ടി. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ ഒരു ഭ്രാന്തനെ പോലെ, ഒരു പൈശാചികനായ, ഒരു പിശാചായി ആ നാട് മുഴുവൻ ഇങ്ങനെ ഓടുകയായിരുന്നു, കൈ കിട്ടുന്നവരെല്ലാം വെട്ടാൻ വേണ്ടി. എന്തായാലും ശരിക്കും പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷം ബാബുവിന് അർഹിക്കുന്ന ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. ജീവപര്യന്തം, അത് മാത്രമല്ല വധശിക്ഷ പറഞ്ഞല്ലോ. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് കോടതി പരിഗണിച്ചത്. കാരണം 36 വെട്ടുവെട്ടിയാണ് സ്മിത എന്ന് പറയുന്ന ആ പാവം പെൺകുട്ടിയെ കൊന്നത്. അതും കുട്ടികളുടെ മുമ്പിലിട്ട്. അവരുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഇത്ര പൈശാചികമായ പ്രവൃത്തി. ഈ വാഴപ്പിണ്ടിയൊക്കെ വെട്ടത്തില്ലേ, ഒരാൾ കുത്തിയിരുന്ന് വാഴപ്പിണ്ടി ഇങ്ങനെ വെട്ടുന്ന ആ ഒരു കാഴ്ച നിങ്ങൾ ഊഹിച്ച് നോക്കി. 36 വെട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? പിന്നെ വത്സലയുടെ ദേഹത്തുള്ള 26 മുറിവുകൾ. അങ്ങനെ പൈശാചികമായ പ്രവൃത്തി കോടതി ശരിക്കും പറഞ്ഞാൽ മുഖവിലയ്ക്ക് എടുത്തു. ഈ കേസ് ഇതിന് മുമ്പും നടന്നിട്ടുണ്ടാവില്ല, അതിന് ശേഷവും നടന്നിട്ടുണ്ടാവില്ല. ആ രീതിയിലാണ് കേസ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കോടതി പരിഗണിച്ചത്. എന്തായാലും വധശിക്ഷയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഇന്ത്യയുടെ കാര്യം അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ വധശിക്ഷ കിട്ടിയ ഒരാൾക്ക് വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇന്ത്യയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവൻ വെളിച്ചം കാണല് എന്ന രീതിയിൽ തന്നെയാണ് ഇരട്ട ജീവപര്യന്തം കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നത് 14 വർഷം, 14 × 2 28 വർഷം പ്ലസ് 10, അങ്ങനെ 38 വർഷം ജയിലിൽ കഴിയണം. അതുകൂടാതെ 4 ലക്ഷം രൂപ പിഴയായിട്ട് ഇവരുടെ ഇരകൾക്ക് കൊടുക്കുകയുമാണ്. അങ്ങനെ എന്തായാലും ബാബുവിന് ഇനി ഒരിക്കലും പുറലോകം കാണാൻ പറ്റത്തില്ല. വധശിക്ഷ കിട്ടിയില്ലെങ്കിലും ബാബുവിന് ആയുഷ്കാലം മുഴുവൻ ജയിലിൽ തന്നെ ആയിരിക്കും. ഇനി ബാബുവിൻ്റെ ജീവിതം ഇരുട്ടഴിയിൽ തന്നെയായിരിക്കും. ഇനി ഇത്രയും വലിയൊരു ക്രൂരകൃത്യം എന്തിനാണ് ഈ ബാബു ചെയ്തതെന്ന് അറിയണ്ടേ? ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമാണ്. പക്ഷേ നിങ്ങൾ കേൾക്കും, അയ്യേ ഇതിനു വേണ്ടിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കഥ ഇങ്ങനെയാണ്. കൊച്ചാപ്പൂവിനും തങ്കമ്മയ്ക്കും 5 ആമക്കളാണ്. വലിയ സ്നേഹത്തിലാണ് ഈ മക്കളെല്ലാം കഴിയുന്നത്. 4 ആമക്കളും അടുത്തടുത്തുള്ള വീടുകളാണ് താമസിക്കുന്നത്. കുറച്ച് അകലെയാണ് ബാബു എന്ന് പറയുന്ന ഇളയ മകൻ താമസിക്കുന്നത്. വലിയ സ്നേഹത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനിടയ്ക്ക് കൊച്ചാപ്പ് മരിക്കുവാണ്. മക്കൾക്കെല്ലാം വലിയ വിഷമവും ഉണ്ടായി. ആചാരപരമായിട്ട് അച്ഛനെയൊക്കെ അടക്കി. എങ്കിലും ആ സ്നേഹം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ തങ്കമ്മ മരിക്കുന്നതോടെയാണ് കളി ആകെ മാറുന്നത്. കാരണം ഈ തങ്കമ്മയുടെ പേരിൽ ഒരു 6 സെൻറ്റ് സ്ഥലമുണ്ട്. 6 സെൻറ്റ് സ്ഥലമോ ചെറിയ കാര്യമാണ്. ബാബു ആദ്യത്തെ പ്രതിഷേധവുമായിട്ട് വരികയാണ്. അമ്മ അവസാന കാലത്ത് പൊന്നുപോലെ നോക്കിയത് ആരാ? ബാബു മോനാ, ഇളയ മോനാ. അതുകൊണ്ട് അമ്മയുടെ പേരിലുള്ള 6 സെൻറ്റ് സ്ഥലം എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് അമ്മ എൻ്റെ പേരിൽ വിൽപ്പത്രം എഴുതി വെച്ച്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണിക്കണമെന്നും പറഞ്ഞ് ശിവനും സംഘവും ഒക്കെ രംഗത്ത് വരികയാണ്, മറ്റുള്ള ചേട്ടന്മാരൊക്കെ വരികയാണ്. പക്ഷേ അങ്ങനെ ഒരു വിൽപ്പത്രം കാണിക്കാൻ ഈ ബാബുവിന് പറ്റുന്നില്ല. കാരണം അമ്മ അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. വിൽപ്പത്രം എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ബാബുവും അത് കാണിക്കണമെന്നും പറഞ്ഞ് മറ്റുള്ളവരിങ്ങനെ രംഗത്ത് വരികയാണ്.
അങ്ങനെ ഈ സഹോദര സ്നേഹം അവിടെ വെച്ച് തകുണം തികുണം തെറ്റുകയാണ്. കീരിയും പാമ്പ് പോലെ പരസ്പരം അടിയും പിടിയും മാത്രം. ബാബുവിനെ കണ്ട ശിവപടത്തിൽ, ശിവനെ കണ്ട ബാബുപടത്തിൽ, ഷിബു ഇടയ്ക്ക് വരുന്നു, മറ്റേ വരുന്നു, മറിച്ച് വരുന്നു, ആകെപ്പാടെ ഒരു ബഹളം തന്നെയാണ്. അമ്മയെ നോക്കിക്കൊണ്ട് 6 സെൻറ്റ് സ്ഥലം ഞാൻ എടുക്കുമെന്നുള്ള ഒറ്റ വാശി നിൽക്കുവാണ് ഈ ബാബു. ഈ ബാബുവിൻ്റെ കുടുംബ സാഹചര്യം വലിയ സെറ്റപ്പാണ് കേട്ടോ. ബാബുവിന് നല്ലൊരു വീടുണ്ട്, അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്. അങ്ങനെ സുഖിച്ച് പോകുന്ന ബാബുവിന് ഈ അത്യാഗ്രഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഈ 6 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. കുറേ മരങ്ങളും കുറേ തരിശു മരങ്ങളും കുറച്ച് ആവശ്യമില്ലാത്ത മരങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആദായമൊന്നുമില്ല. ആ ആദായമൊന്നുമില്ലാത്ത ഈ 6 സെൻറ്റിന് വേണ്ടിയാണ് ഈ ബാബുവും സഹോദരങ്ങളും ഇങ്ങനെ വാശി പിടിക്കുന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് പരസ്പരം കീരിയും പമ്പ് പോലെ പോകുന്ന ആ സാഹചര്യത്തിൽ ബാബു ഒരു തീരുമാനമെടുത്ത്, എന്തായാലും 6 സെൻറ്റ് എനിക്ക് വേണം എന്നും പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ബാബു ഒരു മരം വെട്ടുകാരനുമായിട്ട് 6 സെൻറ്റ് ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ ക്രീ ക്രീ മരം അറക്കുന്ന ശബ്ദം കേൾക്കാമല്ലോ. അങ്ങനെ അറുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലാണ് ശിവൻ താമസിക്കുന്നത്. ഒരു ശബ്ദം കേൾക്കുന്നില്ല, ആരാ ഊരുന്നത്, അയ്യ താരടാ കയറി എന്നൊക്കെ പറഞ്ഞ് ശിവൻ ചാടി വീഴുന്നു. അങ്ങനെ ഈ ബാബുവും ഈ ശിവനും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. എടാ ഇത് പ്രശ്നത്തിൽ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ, അത് തീരുമാനം ഉണ്ടായിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് ശിവൻ വിരട്ടിയിട്ട് പോകുന്നു. അങ്ങനെ ആ പണി അവിടെ നിൽക്കുവാണ്. കുറച്ചു നേരം ഒരു ശാന്തത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഊരിപ്പിടിച്ച ഒരു വലിയ വെട്ടുകത്തിയുമായിട്ട് ബാബു വരികയാണ്. ഇതൊന്നും അറിയാതെ വിഷയമെല്ലാം തീർന്നല്ലോ എന്നും പറഞ്ഞ് വീട്ടുജോലി ചെയ്യുകയാണ് ആ സമയത്ത് ശിവൻ ഇതൊന്നും അറിയുന്നില്ല. പിറകിലൂടെ ഷർട്ടൊന്നും ഇല്ലാതെ ഈ ബാബു കത്തിയുമായിട്ട് വന്നു. ഒറ്റ വെട്ടായിരുന്നു കഴുത്തിനിട്ട് പാവ ശിവനിട്ട്. നാളെ ചോദിക്കുക, വെറും 6 സെൻറ്റ് ഭൂമിക്ക് വേണ്ടി ഒന്നും അറിയാതെ 2 പീസായിട്ട് തല വേറെ ഉടൽ വേറെ. അങ്ങനെ ശിവൻ്റെ ജീവിതം അവിടെ തീർന്നു. ഈ ബഹളം കേട്ടുകൊണ്ട് പാവം വത്സലകത്തുനിന്ന് വരികയാണ്. വത്സലയ്ക്ക് കിട്ടി 26 വെട്ട്. അന്ന് വിരുന്നിന് വന്നതാണ് മകൾ സ്മിതയോട് കാണിച്ചതാണ് ഭയങ്കര ക്രൂരത. 36 വെട്ടി ആ പാവത്തെയും കൊന്നു കഴിഞ്ഞു. എന്നിട്ട് മക്കളെ വെട്ടി. അങ്ങനെ ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ബാബു അന്ന് ഉണ്ടാക്കിയത്. കൈ കിട്ടിയവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെട്ടോട് വെട്ടാണ്. അങ്ങനെ ഒരു പൈശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ബാബു അന്ന് കാണിച്ചു കൂട്ടിയത്, വെറും 6 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി. അതിനുശേഷം നിങ്ങൾക്കറിയാമല്ലോ, പോലീസ് പിടിക്കുന്നു, വളരെ വിജയീഭാവത്തോടെ ഞാൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ബാബു പോലീസിനൊപ്പം പോവുകയാണ്. അങ്ങനെ നീണ്ട 5 വർഷങ്ങൾ വാദങ്ങളും പ്രതിവാദങ്ങളുമായിട്ട് കോടതിയിൽ ആ കേസ് ഇങ്ങനെ നിന്നു. അങ്ങനെ 5ാമത്തെ വർഷം കോടതി വിധിച്ചു ബാബുവിന് വധശിക്ഷ. തർക്കം വന്നതിന് ശേഷമാണ് ഈ വസ്തുവിൻ്റെ തർക്കം. അപ്പോൾ അവർ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ബോധം വന്നതിന് ശേഷമാണ് ഇവരുമായിട്ട് വിട്ടുതിരിയാനുള്ള കാര്യം. പ്രധാനപ്പെട്ട ഈ വസ്തുവാണ്. 6 സെൻറ്റ് സ്ഥലം അമ്മയുടെ പേരിലുണ്ട്, പിന്നെ ഒരു 9.5 സെൻറ്റോളം അച്ഛൻ്റെ കുടുംബ ഷെയറായിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നതിൽ നമ്മൾ തർക്കം നടക്കുന്നുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ഇവർ തമ്മിൽ തെറ്റാനുള്ള കാരണം. ഇനി നിങ്ങളൊന്ന് വിശദമായിട്ട് ചിന്തിച്ച് നോക്കി ഈ സംഭവത്തെ ആസ്പദമാക്കി. മരിച്ചാൽ വെറും 6 അടി മണ്ണാണ് ഇവനൊക്കെ കിട്ടുന്നത്. മരിച്ചു കഴിഞ്ഞാൽ തീർന്നത് ഇങ്ങനെ പോകും, വെറും കൈയോടെ പോകും. ജനിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ജനിച്ചു വരുന്നത്, ഇതിൻ്റെ കൈ നിറച്ച സാധനമുണ്ട്. മരിക്കുമ്പോൾ ഇങ്ങനൊരു പോക്കാണ്. അങ്ങനെയുള്ളവനാണ് മറ്റവൻ്റെ സാധനം വെട്ടിപ്പിടിക്കണം, ഇത് കുഴിച്ചെടുക്കണം, മറ്റത് വെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞ് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇവൻ്റെ ജീവിതത്തിൽ വരുന്നത്. ഒന്നും ഉണ്ടാവത്തില്ല, മനുഷ്യൻ്റെ ജീവിതം അത്രയേ ഉള്ളൂ. ഇന്നിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവൻ തിരിച്ച് വന്നാലായി വന്നില്ലേലായി. പിന്നെ നമ്മൾ ആക്സിഡൻറ്റിൽ മരിച്ചു, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന എത്രയോ വാർത്തകളാണ് കേൾക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഇങ്ങനെ സ്വത്തിനും പണത്തിനും മറ്റതിനും മറിച്ചതിനും പെണ്ണിന് വേണ്ടി ഇങ്ങനെ ഓടുന്നത്. ഒന്നുമില്ലടേ, തീർന്ന് മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഏറിയാൽ 60-65 വയസ്സാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുർദൈർഘ്യം പോലും. അതിനിടയ്ക്ക് മനുഷ്യൻ ഇങ്ങനെ തമ്മിലടിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, സ്നേഹിക്കുക, ജീവിച്ച് മുന്നോട്ട് പോവുക. ഇനി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ഈ 5 ആമക്കളും നല്ല രീതിയിൽ ജീവിച്ചിരുന്നവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരെ തമ്മിൽ തെറ്റിക്ക് എന്ത് കാരണം? വ്യക്തമായിട്ട് ധാരണ ഈ മാതാപിതാക്കൾ ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ ഇന്നത് ഇന്ന മോന്, അല്ലെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലം ഇന്ന ആൾക്ക് എന്നുള്ള വ്യക്തമായിട്ട് വിൽപ്പത്രമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ വിഷയമൊന്നും ഉണ്ടാക്കത്തില്ല. എന്തായാലും ഈ വക്കീൽ പറയുന്ന വിഷയമായിട്ടൊന്ന് കേട്ടെ. ബുദ്ധിയുള്ള അച്ഛനും അമ്മയും ഈ സ്വത്തിൻ്റെ പേരിൽ മക്കൾ തല്ലുകൂടരുത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ കുറച്ച് നല്ല മീൻ വാങ്ങി വറുത്തെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചു. ഒരു 3 പട്ടികളെ ഞാൻ ധരിച്ചു കഴിക്കാം. ഈ പട്ടികൾ ഇതൊന്നും തിന്നില്ല, പരസ്പരം കടികൂടിയത് തറയിൽ പോവുകയുള്ളൂ ഇല്ലേ? എന്നാൽ ബുദ്ധിയുള്ള ഉടമ എന്ത് ചെയ്യും? 3 പാത്രത്തിലാക്കി ഇതിനെ 3 ഇടത്ത് പട്ടിയെ കെട്ടി 3 ഇടത്ത് കൊണ്ടു കൊടുക്കും. അപ്പോൾ അത് ആ കുഴപ്പം ചെയ്യുന്നത് അച്ഛനും അമ്മയാണ്. പിന്നെ അത്യാഗ്രഹമുള്ള മക്കളും കാണും. 3ാമതൊരാൾ കേട്ടാൽ ശരിയെന്ന് തോന്നുന്നത് അച്ഛനമ്മമാർ സ്വത്തിൻ്റെ കാര്യത്തിൽ ചെയ്യണം. സ്വത്ത് കാര്യത്തിൽ ഇതിൽ ഒരു താല്പര്യമില്ലാത്ത ഒരു 3rd പേഴ്സൺ അത് കേട്ടാൽ അയാൾ ചെയ്തത് ശരിയാണ് എന്ന് തോന്നത്തക്ക ന്യായമായി ചെയ്യണം. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ് അല്ലേ? പറയാറുണ്ടല്ലോ, വെള്ളത്തിലെ കുമിള പോലെ പൊങ്ങും പൊട്ടും, അത്രയേ ഉള്ളൂ. ഇന്ന് കാണുന്നവൻ നാളെയില്ല. ആ കാലത്തിനിടയ്ക്ക് എല്ലാവരും സന്തോഷകരമായി കഴിയട്ടെ. ഇനി ആ ബാബുവിൻ്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടല്ലേ? അവന് മനസ്സിൽ പോലും അറിയാത്ത കാര്യമായിരിക്കും. ഈ ബാബുവിൻ്റെ തോന്നിവാസം ഒന്നുകൊണ്ട് മാത്രമാണ്
എല്ലാ ജീവിതവും ഇങ്ങനെ തച്ചുടച്ച് കളഞ്ഞത്. ആ കുടുംബം ഇനി അറിയപ്പെടുന്നത് കൊലപാതകിയുടെ ഭാര്യ അല്ലെങ്കിൽ കൊലപാതകിയുടെ മക്കൾ എന്നൊക്കെ രീതിയിലായിരിക്കും. എത്രയോ വർഷം ആ ദുഷ്പേരുമായിട്ട് ആ പാവങ്ങൾ ജീവിക്കണം. ഇതിൻ്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. സ്വത്തും പണവും ഒന്നും അല്ല വലുത്. എന്താണ് വലുത്? സ്നേഹം മാത്രമാണ്. ആ സ്നേഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.